എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. കൃഷ്ണം വന്ദേ ഭാഗവത പഠന ക്ലാസ്സിലേക്ക് എല്ലാ സജ്ജനങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ക്ലാസ് നടത്തുന്നത് ഭാഗവതാചാര്യൻ ഡോക്ടർ പി വി വിശ്വനാഥൻ നമ്പൂതിരി സാറാണ്. സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 8-ാം അധ്യായത്തിലെ 63-ാമത്തെ ശ്ലോകം വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഇന്ന് ക്ലാസ് തുടങ്ങുന്നു. ഹരി ഓം സർ. ഹലോ. ഞാനിപ്പോ ക്ലാസ്സിലാണല്ലോ, കഴിഞ്ഞു മതിയോ? അതെ, ഞാൻ 10 മണിയാകുമ്പോൾ പറയാം. 10-ന് കഴിഞ്ഞിട്ട് പറയാം. ഇപ്പൊ ക്ലാസ്സിലാണ്. ശരി 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 ശരി. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈവായനോ വിരഹകാതരയാ ജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേദുസ്തം സർവഭൂതഹൃദയം മുനിമാഹതസ്മി. പ്രമാദനീയരെ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. ഇനി 64 എടുക്കണ്ടേ? 63 വരെ അല്ലേ എടുത്തേ? അതെ സർ, അതെ. ചതുർത്ഥസ്കന്ധം 8-ാം അധ്യായം ശ്ലോകം 64. നാരദ ഉവാച രാജൻ കിം ധ്യായസേ ദീർഘം മുഖേന പരിശുഷ്യതാം കിം വാ നരിഷ്യതേ കാമോ ധർമ്മോ വാർത്ഥേന സംയുതാം. നാരദൻ ധ്രുവൻ തപോവനത്തിലേക്ക് മധുവനത്തിലേക്ക് യാത്രയായപ്പോൾ നാരദ മഹർഷി കൊട്ടാരത്തിലേക്ക് എത്തിച്ചേർന്നു. രാജാവിനെ കണ്ടു. രാജാവിനുള്ള സംഭാഷണമാണ് വിഷയം. നാരദൻ ഉവാച പറഞ്ഞു, ഹേ രാജൻ, അല്ലയോ രാജാവേ, കിം ധ്യായസേ ദീർഘം, എന്തോ ദീർഘമായി ആലോചിച്ചിരിക്കുന്നു തോന്നല്ലോ. കുറേ സമയമായി നിശബ്ദനായിട്ട് ആലോചിച്ചിരിക്കുന്നു. മുഖേന പരിശുഷ്യത, മുഖമൊക്കെ ഉണങ്ങി വരണ്ടിരിക്കുന്നല്ലോ. എന്തോ ഒരു സങ്കടത്തോടു കൂടി ചില കാര്യങ്ങൾ ആലോചിച്ചിരിക്കുന്ന പോലെ തോന്നും. കിം വാ ന രിഷ്യത്തെ കാമോ ധർമ്മോ വാ അർത്ഥേന സംയുതഃ. അർത്ഥേന സംയുതഃ, അർത്ഥത്തോട് കൂടിച്ചേർന്ന. ധർമ്മോ വാ കാമോ വാ, ധർമ്മമോ കാമമോ, കിം വാ എന്താകട്ടെ, ന രിഷ്യത്തെ നശിക്കുന്നില്ലല്ലോ. രിഷ്യത്തെ നശിക്കുക, നരിഷ്യത്തെ നശിക്കുന്നില്ലല്ലോ. രാജാവിന്റെ പ്രധാനപ്പെട്ട ധർമ്മം ധർമാർത്ഥകാമങ്ങളെ രക്ഷിക്കൽ എന്നുള്ളതാണ്. അങ്ങയുടെ ധർമ്മം അർത്ഥം കാമം എന്നുള്ള പുരുഷാർത്ഥങ്ങളിൽ ഒന്നിനെയോ എല്ലാറ്റിനെയോ ഇപ്പം നാശം നേരിട്ടിരിക്കുന്നോ, അതിനെ രക്ഷിക്കാൻ പറ്റുന്നില്ലയോ? എന്താണ് ഇപ്പൊ ദുഃഖത്തിന് കാരണം? നോക്കൂ, രാജാവിന്റെ ദുഃഖത്തിന്റെ കാരണം നമ്മളെപ്പോലെ ശത്രുക്കളെന്നോ അല്ലെങ്കിൽ ആരെങ്കിലും വഴക്ക് പറഞ്ഞെന്നോ ചീത്ത പറഞ്ഞെന്നോ അടിപിടി ഉണ്ടാക്കിയെന്നോ ഇതൊന്നുമല്ല. രാജാവ് ദുഃഖിക്കേണ്ടത് ധർമ്മം അർത്ഥം കാമം, ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്നോ മൂന്നും കൂടിയോ നടപ്പാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ദുഃഖിക്കണം. അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? ധർമ്മത്തിന് ച്യുതിയുണ്ടായിട്ടുണ്ടോ? അർത്ഥം നേടാൻ പറ്റാതെ വന്നിട്ടുണ്ടോ? കാമം സാധിക്കാൻ പറ്റാതെ വന്നിട്ടുണ്ടോ? ഇതിലെന്താ സംഭവിച്ചത്? കിംബ ന രിഷ്യത്തെ കാമോ ധർമ്മോ വാ അർത്ഥേന സംകൃത. അതുകൊണ്ട് വല്ലതുമാണോ ഇങ്ങനെ ദീർഘനേരം ചിന്താനിമഗ്നായിട്ടിരിക്കുന്നത്? മുഖം ഏതാണ്ട് ഉണങ്ങി വരണ്ടിരിക്കുന്നല്ലോ, എന്തു പറ്റി എന്ന് രാജാവിന്റെ മുഖത്തേക്ക് നോക്കി നാരദ മഹർഷി ചോദിച്ചു.
രാജൻ കിം ധ്യായസേ ദീർഘം മുഖേന പരിശുഷ്യതാം കിം വാ നരിഷ്യതേ കാമോ ധർമ്മോ വാർത്ഥേന സംയുതാം. ഹേ രാജൻ, പരിശുഷ്യതാ മുഖേന യുക്തഃ ദീർഘം കിം ധ്യായസേ അർത്ഥേന സംയുതഃ കാമഃ ധർമ്മഃ വാ കിം വാ ന ഇരിഷ്യതേ. രാജൻ കിം ധ്യായസേ ദീർഘം മുഖേന പരിശുഷ്യതാം കിം വാ നരിഷ്യതേ കാമോ ധർമ്മോ വാർത്ഥേന സംയുതാം. രാജൻ കിം ധ്യായസേ ദീർഘം മുഖേന പരിശുഷ്യതാം കിം വാ നരിഷ്യതേ കാമോ ധർമ്മോ വാർത്ഥേന സംയുതാം. രാജോവാച. രാജാവ് സ്ഥാനപാലൻ മറുപടി പറയുന്നു. കുതോ മേ ബാലകോ ബ്രഹ്മൻ ത്രൈണേന കരുണേന അകരുണാത്മനാം നിർവാപിത പഞ്ചവർഷ സഹമാത്ര മഹൻ കവീം. മേ ഫുതഃ, എന്റെ പുത്രൻ, ബാലകനാണ്, ചെറിയ ബാലനാണ്. ബാലകൻ എന്ന് വെച്ചാൽ ബാലന്മാരിൽ വെച്ച് ചെറിയവൻ. എന്റെ പുത്രൻ കുഞ്ഞു കുട്ടിയാണ്. ഹേ ബ്രഹ്മൻ, അല്ലയോ ബ്രഹ്മജ്ഞാനിയായിരിക്കുന്ന മഹർഷി, ത്രൈണേന അകരുണാത്മന, കാരുണ്യമില്ലാത്ത അകരുണമായ ആത്മാവോട് കൂടിയവനായ, ത്രൈണേന സ്ത്രീക്ക് വശംവദനായ, ത്രൈണം സ്ത്രീ വിഷയത്തിൽ അകപ്പെട്ടു പോയവനായ, കാരുണ്യമില്ലാത്ത ആത്മാവോട് കൂടിയവനായ, എന്നാൽ പഞ്ചവർഷ 5 വയസ്സുള്ള ആ കുട്ടിയെ നിർവാഫിത പുറത്താക്കപ്പെട്ടിരിക്കുന്നു. അവനെ ഞാൻ പുറത്താക്കിയിരിക്കുന്നു. അഞ്ചു വയസ്സ് മാത്രമുള്ളവനാണെങ്കിലും മഹാൻ കവി, മഹത്തായ ഗുണങ്ങൾ തികഞ്ഞവനാണ്. കവി എന്ന വാക്കിനർത്ഥം മേധാശക്തി ഉള്ളവൻ, ബുദ്ധിമാൻ എന്നുള്ളൂ. മേധാശക്തിയുള്ളവനും ബാലകനുമായ എൻ്റെ ഫുതൻ മാത്രഭ, അവന്റെ അമ്മയോടുകൂടി ഈ കൊട്ടാരത്തിന് പുറത്താക്കപ്പെട്ടിരിക്കുന്നു. എല്ലാം അറിയുന്നവനാണ് അങ്ങ്, ബ്രഹ്മജ്ഞനാണ് അങ്ങ്. കാര്യമൊക്കെ അങ്ങ് അറിഞ്ഞു കാണും. എങ്കിലും ചോദിച്ചത് കൊണ്ട് പറയുകയാണ്, എൻ്റെ ഇപ്പോഴത്തെ വ്യസനത്തിന്റെ കാരണം വെറും 5 വയസ്സ് മാത്രമുള്ള എൻ്റെ പുത്രൻ അവന്റെ അമ്മയോടൊപ്പം കൊട്ടാരത്തിനും പുറത്താക്കപ്പെട്ടിരിക്കുന്നു. എന്താണ്? സ്ത്രീക്ക് വശംവദനായ, അടിമപ്പെട്ടവനായി ഞാൻ, പുരുചി എന്ന പത്നിക്ക് അടിമപ്പെട്ടവനായി ഞാൻ, കാരുണ്യമില്ലാത്ത ആത്മാവോട് കൂടിയവനായി ഞാൻ, ഒരു കൊച്ചുകുട്ടിയാണ് എന്നൊരു കാരുണ്യം ഞാൻ കാണിക്കേണ്ടതായിരുന്നു. പക്ഷേ അതും ഞാൻ കാണിച്ചില്ല. അങ്ങനെയുള്ള ഞാൻ, കാരുണ്യമില്ലാത്തവനായ ഞാൻ, കാരുണ്യമില്ലാത്തവനായി ഞാൻ. കേൾക്കാമല്ലോ? കേൾക്കാം സർ, കേൾക്കാം. അപ്പൊ ത്രൈണനും അകരുണാത്മാവുമായ ഞാൻ, ബാലകനായ മഹാനായ കവിയായ 5 വർഷം പ്രായമുള്ള എൻ്റെ മകനെ അവന്റെ അമ്മയോടൊപ്പം കൊട്ടാരത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടിരിക്കുന്നു. ഒന്ന്, എൻ്റെ സ്ത്രീ വിഷയമായ അത്യാസക്തി.
രണ്ട്, കാരുണ്യമില്ലാത്തവൻ. ഇത് രണ്ടും രാജാക്കന്മാർക്ക് ദോഷമാണ്. എൻ്റെ ദുഃഖത്തിന് കാരണം ഇത് രണ്ടും എന്നെ ബാധിച്ചിരിക്കുന്നു. അർത്ഥകാമങ്ങളൊന്നുമല്ല ഇപ്പം. പിന്നെ ഈ മകൻ 5 വയസ്സേ ഉള്ളെങ്കിലും നല്ല മേധാശക്തി ഉള്ളവനാണ്, ധാരാളം ഗുണങ്ങളുള്ളവനാണ്. അതുകൊണ്ട് അവനെ പുറത്തു പോകാൻ ഇടവരുത്തിയത് ഞാൻ കൂടിയാണ്. ഞാൻ ഒരു മൂഢനായി തീർന്നിരിക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ പശ്ചാത്താപത്തിന് കാരണം. ഫുതൗമേ ബാലകോ ബ്രഹ്മൻ ത്രൈണേനാകരുണാത്മന നിർവാഫിത പഞ്ചവർഷഫഹമാത്ര മഹാൻ കവി. ഹേ ബ്രഹ്മൻ, ത്രൈണേന അകരുണാത്മനാമയ പഞ്ചവർഷ മഹാൻ കവി ബാലക മേ ഫുതഃ മാത്രാഫഹ നിർവാഫിത. ഫുതൗമേ ബാലകോ ബ്രഹ്മൻ ത്രൈണേനാകരുണാത്മന നിർവാഫിത പഞ്ചവർഷഫഹമാത്ര മഹാൻ കവി. ഫുതൗമേ ബാലകോ ബ്രഹ്മൻ ത്രൈണേനാകരുണാത്മന നിർവാഫിത പഞ്ചവർഷഫഹമാത്ര മഹാൻ കവി. അപ്യനാഥം വനേ ബ്രഹ്മൻ മാസ്മാദത് അന്ത്യർഭകം മൃഗ ശ്രാന്തം ശയാനം ക്ഷുധിതം പരിമ്ലാനമുഖംബുജം. അപി അനാഥം, അനാഥനായി വനേ, വനത്തിൽ. ഹേ ബ്രഹ്മൻ, അല്ലയോ ബ്രഹ്മജ്ഞാനിയുള്ളവനെ. മാ അസ്മാത് അസ്മൈ അദന്തി അർഭകം മൃഗാഹ. അർഭകം ബാലനായിരിക്കുന്ന അവനെ മൃഗാഹ ചെന്നായ്ക്കൾ മാ അദന്തിസ്മ ഭക്ഷിക്കാതിരിക്കുമോ? ചെന്നായ്ക്കൾ അവനെ ഭക്ഷിക്കയില്ലേ ഈ വനത്തിൽ? വനേ ശയാനം ക്ഷുധിതം ശ്രാന്തം, കാട്ടിൽ കിടക്കുന്നവൻ, വിശന്നു വലയുന്നവൻ, ക്ഷീണിതനായുള്ളവനെ, പരിമ്ലാനമുഖാംബുജം, വാടിയിരിക്കുന്ന മുഖാംബുജത്തോടു കൂടിയവനായ അവനെ മൃഗാഹ ചെന്നായ്ക്കൾ അദന്തി ഭക്ഷിക്കില്ലേ? അർഭകനായ ബാലകനായ അവനെ ചെന്നായ്ക്കൾ ഭക്ഷിക്കാതിരിക്കുമോ? ഇങ്ങനെ പലതും ഓർത്തോർത്ത് എൻ്റെ മനസ്സ് വ്യാകുലപ്പെട്ടിട്ട് ഞാൻ ഓർത്തോർത്ത് ചിന്താകുലനായിട്ടിരിക്കുകയാണ്. എൻ്റെ ചിന്തകൾ ഇങ്ങനെ പല വഴിയിലേക്ക് മാറിപ്പോവാണ്. ദുഷ്ടമൃഗങ്ങൾ ഭക്ഷിക്കുവോ? അതുകൊണ്ട് എൻ്റെ ഈ സങ്കടത്തിൽ നിവൃത്തി വരുത്തണം. ആ കുട്ടിക്ക് ആപത്തുകളൊന്നും ഉണ്ടാകാതെ പരീക്ഷിക്കണം. അങ്ങ് വിചാരിച്ചാൽ അത് പറ്റുമായിരിക്കും. ഈ ഒക്കെ ആശങ്ക ഉള്ളിൽ വെച്ചുകൊണ്ട് നാരദ മഹർഷിയോട് പറയുകയാണ്. അപ്യനാഥം വനേ ബ്രഹ്മൻ മാസ്മാദന്ത്യർഭകം മൃഗാഹ ശ്രാന്തം ശയാനം ക്ഷുധിതം പരിമ്ലാനമുഖംബുജം. ഹേ ബ്രഹ്മൻ, പരിമ്ലാനമുഖംബുജം, ക്ഷുധിതം ശ്രാന്തം വനേ ശയാനം അനാഥം അർഭകം വൃകാഹ അപി മാസ്മ അദന്തി. അപ്യനാഥം വനേ ബ്രഹ്മൻ മാസ്മാദന്ത്യർഭകം മൃഗാം ശ്രാന്തം ശയാനം ക്ഷുധിതം പരിമ്ലാനമുഖംബുജം. അപ്യനാഥം വനേ ബ്രഹ്മൻ മാസ്മാദന്ത്യർഭകം മൃഗാം ശ്രാന്തം ശയാനം ക്ഷുധിതം പരിമ്ലാനമുഖംബുജം. അഹോ മേ ദൗര്യാത്മം സ്ത്രീജിതസ്യോപധാരയാം യോംഗം പ്രേംണ അരുരുക്ഷന്തം നാഭ്യനന്ദമസത്തമാം. അഹോ ബത, അഹോ കഷ്ടം, മേ ദൗര്യാത്മ്യം, എൻ്റെ ദുരാത്മത, എൻ്റെ ദുഷ്ടമായ ഈ ചിന്ത. അഹോ കഷ്ടം, എൻ്റെ ഈ ദുഷ്ടമായ ചിന്ത അതൊരു കഷ്ടം തന്നെയാണ്. ദൗരാത്മ്യം സ്ത്രീജിതസ്യ ഉപധാരയ.
ദുഷ്ടമായ ആത്മാവോട് കൂടിയവനായ ദൗരാത്മ്യനായ സ്ത്രീജിതഫ്യ, സ്ത്രീക്ക് വശംവദനായ ഉപധാരയ ധരിച്ചാലും യോ അങ്കം യാതൊരുവാന്റെ മടിയിൽ പ്രേംണ ആരുരുക്ഷന്തം പ്രേമത്തോടുകൂടി കയറുവാൻ ആഗ്രഹിക്കുന്നവനായ അവനെ, പ്രേംണ സ്നേഹം കൊണ്ട് പ്രേമം കൊണ്ട് ആരുരുക്ഷന്തം കയറുവാൻ ആഗ്രഹിക്കുന്നവനെ, ആരോഹണം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവനെ, അങ്ങനെയുള്ള അവനെ ന അഭ്യനന്ദം ഞാൻ അഭിനന്ദിച്ചില്ല. ഞാൻ അസത്തമനാണ്. അസത്തമനായ ഞാൻ അവനെ അഭിനന്ദിച്ചില്ല. അസത്തായിരിക്കുന്ന ഞാൻ പ്രേമം കൊണ്ട് മടിയിൽ കയറിയിരിക്കാൻ ഓടിയെത്തിയ അവനെ അഭിനന്ദിച്ചില്ല. ഒരു കുഞ്ഞെ നന്നായി മടിയിലിരിക്കൂ എന്ന് പറഞ്ഞില്ല. സ്ത്രീജിതനായ എൻ്റെ ദുഷ്ടത എങ്ങനെയാണ് എന്ന് അങ്ങ് വേണ്ട പോലെ ധരിച്ചാലും, ഇതാണ് എൻ്റെ ദൗരാത്മ്യം, എൻ്റെ ദുഷ്ടത. സ്ത്രീജിതനായി തീർന്നാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. എനിക്കിപ്പോൾ അതാണ് സംഭവിച്ചത്. അതുകൊണ്ട് അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കണം എന്നുള്ളൊരാഗ്രഹം അത് ന്യായമാണ്. അതിന് ഞാൻ അഭിനന്ദിച്ചില്ല എന്നു മാത്രമല്ല, പുറത്തിറക്കി വിടുകയും ചെയ്തു. എൻ്റെ ദുഷ്ടാത്മകത എന്തുമാത്രമുണ്ടെന്ന് അങ്ങ് ആലോചിച്ച് നോക്കൂ. അഹോമേ വെദൗരാത്മ്യം സ്ത്രീജസ്യോപധാരയാം യോങ്കം പ്രേംണ അരുക്ഷന്തം നാഭ്യനന്ദമസത്തമാം. അസത്തമഃ യഃ അഹം പ്രേംണ അങ്കം ആരുക്ഷന്തം ന അഭ്യനന്ദം സ്ത്രീജിതസ്യ മേ ദൗരാത്മ്യം ഉപധാരയ. അഹോ മേ ബദൗരാത്മ്യം സ്ത്രീജിതസ്യോപധാരയാം യോങ്കം പ്രേംണാരുക്ഷന്തം നാഭ്യനന്ദമസത്തമാം. അഹോ മേ ബദൗരാത്മ്യം സ്ത്രീജിതസ്യോപധാരയാം യോങ്കം പ്രേംണ അരുക്ഷന്തം നാഭ്യനന്ദമസത്തമാം. നാരദ ഉവാച. ഇനി രാജാവ് പറഞ്ഞപ്പോൾ നാരദൻ മറുപടി പറഞ്ഞു, മാമാശുചസ്വതനയം ദേവഗുപ്തം വിശമ്പതേ തത്പ്രഭാവമവിജ്ഞായ പ്രാവൃന്തേ യദ്യശോ ജഗത്. മാമാശുച, ദുഃഖിക്കണ്ട. സ്വതനയം, സ്വന്തം പുത്രനെ കുറിച്ച് ദുഃഖിക്കണ്ട. അവൻ ദേവഗുപ്തനാണ്, ദേവന്മാരാൽ രക്ഷിക്കപ്പെടുന്നവനാണ്. ഗുപ്തം, രക്ഷിക്കപ്പെട്ടവൻ. ദേവഗുപ്തം, ദേവന്മാരാൽ രക്ഷിക്കപ്പെട്ടവനായ അവനാണ്. ഹേ വിശാംബതേ, അല്ലയോ രാജാവേ. വിശാംബതി രാജാവ്. ഹേ വിശാംബതേ, അല്ലയോ രാജാവേ. ദേവഗുപ്തം സ്വതനയം, ദേവന്മാരാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന സ്വന്തം മകനെ കുറിച്ച് മാമാശുച, ദുഃഖിക്കണ്ട. മാതാപിതാക്കളെ കൊണ്ട് രക്ഷിക്കാൻ പറ്റാത്ത പുത്രന്മാരെ ആര് രക്ഷിക്കും? ഈശ്വരൻ രക്ഷിക്കും. ഈശ്വരനാണ് രക്ഷിതാവ്, മാതാപിതാക്കളല്ല. ഇതാ ഇപ്പൊ ഇവിടെ കണ്ടില്ലേ, സ്വന്തം മകനെ രക്ഷിക്കാൻ പിതാവിന് പറ്റിയില്ല, മാതാവിനും പറ്റിയില്ല. അപ്പൊ ഇവിടെ ഈ മാതാപിതാക്കൾ രക്ഷിതാക്കൾ എന്ന് വിളിക്കുന്നത് വെറുതെ അല്ലേ? അവർക്ക് കഴിയില്ല. അവരെയും കൂടി രക്ഷിക്കാൻ ഒരാൾ മുകളിലുണ്ട്, എങ്കിലല്ലേ ഇവർക്ക് രക്ഷ കിട്ടുള്ളൂ. അതുകൊണ്ട് ദേവന്മാരാൽ രക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ അവൻ. അങ്ങേക്ക് അവൻ രക്ഷിക്കാനായില്ല, അതിൽ ഖേദിക്കണ്ട. അങ്ങനെ ആരെങ്കിലും ഈ ഭൂമിയിലുണ്ടെങ്കിൽ ഈശ്വര രക്ഷ അവൻ്റെ മേൽ ഉണ്ടാകും. അത് ശാശ്വതമാണ്, നിലനിൽക്കും. അതാണ് സഫലം എന്ന് നാരദൻ രാജാവിനെ ധരിപ്പിച്ചു. തത്പ്രഭാവം അവിജ്ഞായ, അവൻ്റെ പ്രഭാവത്തെ അറിയാതെ,
അവൻ്റെ ശക്തിയും വൈഭവവും എന്താണെന്ന് ധരിക്കാതെ പ്രാവൃത്തെ വ്യാപിക്കുക എന്നർത്ഥം. യദി യശോ ജഗത്, യാതൊരുവന്റെ യശഫ് ലോകത്തെ പ്രാവൃത്തെ വ്യാപരിപ്പിക്കുക തന്നെ ചെയ്യും. അവനെക്കുറിച്ച് ഖേദിക്കേണ്ടത് മാത്രമല്ല, അവൻ്റെ യശഫ് ലോകമെമ്പാടും എന്നും പാടിപ്പുകഴ്ത്തും എക്കാലവും. ഈ ധ്രുവനെക്കുറിച്ച് പാടാത്ത ഒരു കാലവും ഈ ലോകത്തുണ്ടാവില്ല. എത്ര സപ്താഹങ്ങൾ, എത്ര പ്രാവശ്യം ധ്രുവനെക്കുറിച്ച് പാടുന്നു, ധ്രുവന്റെ മഹിമ വർണ്ണിക്കുന്നു. അതുകൊണ്ട് നാരദൻ പറഞ്ഞു, അവന്റെ മാഹാത്മ്യത്തെ ആർക്കും ഇല്ലാതാക്കാൻ പറ്റില്ല. അവനിൽ കൂടിയാണ് അങ്ങേക്ക് യശഫ് കിട്ടാൻ പോകുന്നത്. അവന്റെ യശഫ് ലോകം പാടി പുകഴ്ത്തു തന്നെ ചെയ്യും. മാമാശുചഫതനയം ദേവഗുപ്തം വിശമ്പതേ തത്പ്രഭാവമവിജ്ഞായ പ്രാവൃന്തേ യദ്യശോ ജഗത്. വിശമ്പതേ ദേവഗുപ്തം സ്വതനയം തത്പ്രഭാവം അവിജ്ഞായ മാമാശുത യദ് യശഃ ജഗത് പ്രാവൃന്തേ. മാമാശുചഫതനയം ദേവഗുപ്തം വിശമ്പതേ തത്പ്രഭാവമവിജ്ഞായ പ്രാവൃന്തേ യദ്യശോ ജഗത്. മാമാശുചഫതനയം ദേവഗുപ്തം വിശമ്പതേ തത്പ്രഭാവമവിജ്ഞായ പ്രാവൃന്തേ യദ്യശോ ജഗത്. ദുഷ്കരം കർമ്മ കൃത്വാം ലോകപാലൈരപി പ്രഭു ഏഷ്യത്യജിരതോ രാജൻ നശ്യോ വിപുലയൻ തവാം. സുദുഷ്കരം കർമ്മ, ഏറ്റവും ദുഷ്കരമായ കർമ്മം കൃത്വ ചെയ്തിട്ട്, ലോകപാലൈഹി അപി ലോകപാലന്മാരാൽ പോലും, സുദുഷ്കരം കർമ്മ ലോകപാലന്മാർക്ക് പോലും ചെയ്യാൻ വിഷമമുള്ള കർമ്മത്തെ കൃത്വ ചെയ്തിട്ട്, അല്ലയോ രാജാവേ, ഏഷ്യതി അചിരതോ രാജൻ യശോ വിപുലയൻ തവ. ഏഷ്യതി പ്രാപിക്കും, അചിരത വൈകാതെ, ഏഷ്യതി അചിരത ഏഷ്യത്യചിരത. ഹേ രാജൻ, അല്ലയോ രാജാവേ, യശോ തവ യശോ വിപുലയൻ, അങ്ങയുടെ യശസ്സിനെ വിപുലപ്പെടുത്തിക്കൊണ്ട് വർദ്ധിപ്പിക്കുന്നവനായിട്ട് കാലതാമസമില്ലാതെ അവൻ ഏഷ്യതി മടങ്ങി വരും. ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ലോകപാലന്മാരായ ഇന്ദ്രാദികളായ ദേവന്മാരാൽ പോലും സാധ്യമല്ലാത്ത ഒരു ഈശ്വരാരാധന എന്ന കർമ്മം ചെയ്തിട്ട് സമർത്ഥനായ ആ അങ്ങയുടെ പുത്രൻ അങ്ങയുടെ കീർത്തി വർദ്ധിപ്പിക്കുന്നതിനായിട്ട് വീണ്ടും തിരിച്ചു വരിക തന്നെ ചെയ്യും. സുദുഷ്കരം കർമ്മകൃത്വാ ലോകപാലൈരപി പ്രഭു ഏഷ്യത്യചിരതോ രാജൻ യശോ വിപുലയൻ തവാം. ലോകപാലൈഹി അപി സുദുഷ്കരം കർമ്മ കൃത്വാ, ഹേ രാജൻ, തവ യശഃ വിപുലയൻ പ്രഭുഃ അചിരതഃ ഹിഷ്യതി. സുദുഷ്കരം കർമ്മ കൃത്വാ ലോകപാലൈരപി പ്രഭു ഏഷ്യത്യചിരതോ രാജൻ യശോ വിപുലയൻ തവാം. സുദുഷ്കരം കർമ്മ കൃത്വാ ലോകപാലൈരപി പ്രഭു ഏഷ്യത്യചിരതോ രാജൻ യശോ വിപുലയൻ തവാം. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ മൈത്രേയൻ രക്കു കയറി ബാക്കി കഥ പറയുന്നു. മൈത്രേയ ഉവാചാം ഇതി ദേവർഷിണാ പ്രോക്തം വിശ്രുത്യ ജഗദീപതി രാജലക്ഷ്മീം അനാദിത്യ പുത്രമേവ അന്വചിന്തയൻ. ഇത് ദേവർഷിണാ പ്രോക്തം, ഇങ്ങനെ ദേവർഷിയായ നാരദനാൽ പറയപ്പെട്ടത്. വിശ്രുത്യ, കേട്ടിട്ട്, ജഗദീപതിയായ രാജാവ് രാജലക്ഷ്മിയും അനാദിത്യ, രാജ്യശ്രീയെ, രാജാവിൻ്റെ പരമൈശ്വര്യത്തെ അനാദിത്യ ആദരിക്കാതെ
പുത്രമേവ അന്വചിന്തയത്. പുത്രനെ തന്നെ ചിന്തിച്ചുകൊണ്ട് ദേവർഷിയായ നാരദൻ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ രാജാവ് പുത്രനെ തന്നെ ധ്യാനിച്ചുകൊണ്ട് രാജഭോഗങ്ങൾ ധ്യാനിച്ചില്ല, മറ്റുള്ള ബന്ധുക്കളെ ധ്യാനിച്ചില്ല, പത്നിമാരെ ധ്യാനിച്ചില്ല, ധനത്തെ ധ്യാനിച്ചില്ല. പിന്നെ ആരാണ്? പുത്രനെ തന്നെ ധ്യാനിച്ചുകൊണ്ടിരുന്നു. കാരണം സുഖൻ തപസ്സിന് പോയിരിക്കുന്നു എന്ന് ആണ് നാരദ മഹർഷി വന്ന് പറഞ്ഞത്. അപ്പം ഈ കാര്യം രാജസദസ്സിൽ വെച്ച് ഉറക്ക വിളിച്ചു പറഞ്ഞാൽ ഒരുപക്ഷെങ്കിൽ രാജ്ഞി പറഞ്ഞിട്ട് രാജഭൃത്യന്മാർ മധുവനത്തിലേക്ക് പോയി ആ തപസ് മുടക്കാൻ പ്രയത്നിച്ചാലോ എന്നൊരാശങ്ക രാജാവിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് രാജാവ് ആരോടും പറഞ്ഞില്ല, പുത്രനെ തന്നെ ചിന്തിച്ചുകൊണ്ടേ ഇരുന്നു. ഇത് ദേവർഷിണാവൃത്തം വിശ്രുത്യ ജഗദീപതി രാജലക്ഷ്മീമനാദിത്യ പുത്രമേവ അന്വചിന്തയൻ. ഇത് ദേവർഷിണാ പ്രോക്തം വിശ്രുത്യ ജഗതിപതി രാജലക്ഷ്മീം അനാദിത്യ പുത്രമേവ അന്വചിന്തയത്. ഇത് ദേവർഷിണാ പ്രോക്തം വിശ്രുത്യ ജഗദീപതി രാജലക്ഷ്മീം അനാദിത്യ പുത്രമേവ അന്വചിന്തയത്. ഇത് ദേവർഷിണാ പ്രോക്തം വിശ്രുത്യ ജഗദീപതി രാജലക്ഷ്മീമനാദിത്യ പുത്രമേവ അന്വചിന്തയത്. തത്രാഭിഷിക്തം പ്രയതസ്താം ഉപോഷ്യ വിഭാവരീം സമാഹിത പര്യചരൻ ദൃശ്യാദേശേന പൂരുഷം. ഇനി മൈത്രേയൻ പറഞ്ഞു, രാജാവിനെ കുറിച്ച് പറഞ്ഞിട്ട് ധ്രുവനെ കുറിച്ച് പറയാണ്. തത്ര അഭിഷിക്ത, അവിടെ അഭിഷേകം ചെയ്തവൻ, പ്രയത്നശാലിയുമായവൻ, ഉപോഷ്യ വിഭാവരി, വിഭാവരി രാത്രി, വിഭാവരിയും രാത്രിയെ ഉപോഷ്യ ഉപവാസം ചെയ്തിട്ട് ഒന്നും കഴിക്കാതിരുന്നിട്ട് അവിടെ കുളിച്ച് ഉത്സാഹത്തോടുകൂടി പ്രയതഃ താം ഉപോഷ്യ വിഭാവരി, ആ വിഭാവരിയിലെ ഉപവാസം അനുഷ്ഠിച്ചിട്ട് സമാഹിത, മനസ്സിനെ അടക്കി നിർത്തിയിട്ട് പരിചര്യത് ഋഷ്യാദേശേന പുരുഷം, ഋഷ്യാദേശേന ഋഷിമാരുടെ ആദേശം കൊണ്ട്, നിർദ്ദേശം കൊണ്ട് പൂരുഷം പര്യചരത്, പരമപുരുഷനായ ഭഗവാനെ പരിചരിച്ചു, ഉപാസിച്ചു എന്നർത്ഥം. ധ്രുവൻ മധുവനത്തിലെത്തി അവിടെ കുളിച്ച് ആ രാത്രിയിൽ വെള്ളം പോലും കുടിക്കാതെ ഉപവാസം അനുഷ്ഠിച്ച് അവിടെ കഴിച്ചു. ഭഗവാനെ സേവിക്കാൻ വേണ്ട രണ്ട് ഗുണങ്ങളാണ് ഉത്സാഹവും സാവധാനതയും. ഇത് രണ്ടും ധ്രുവൻ നേടിക്കഴിഞ്ഞു. ഋഷിയുടെ ഉപദേശമനുസരിച്ച് പുരുഷോത്തമനായ ഭഗവാനെ തന്നെ ധ്യാനിച്ചു കഴിഞ്ഞു. തത്രാഭിഷിക്ത പ്രേതസ്താമുപോഷ്യ വിഭാവരീം സമാഹിത പര്യചരത് ഋഷ്യാദായ ആദേശേന പൂരുഷാം. തത്ര അഭിഷിക്തഃ പ്രേതഃ സമാഹിതഃ താം വിഭാവരീം ഉപോഷ്യ ഋഷ്യാദേശേന പൂരുഷം പര്യചരത്. തത്രാഭിഷിക്തപ്രേതസ്തമുപോഷ്യ വിഭാവരീം സമാഹിത പര്യചരത് ഋഷ്യാദേശേന പൂരുഷം. തത്ര അഭിഷിക്തപ്രേതസ്തമുപോഷ്യ
തം പ്രയതസ്താമുപോഷ്ടാവരീം സമാഹിത പര്യചരത ഷ്യാദേശേരപൂർവം തിരാത്രാന്തേ കപിദ്ധബദരാശനാം ആത്മവൃത്യനുസാരേണ മാസം നിന്യർച്ചയൻ ഹരി. എങ്ങനെയൊക്കെയാണ് തപസ് വർണ്ണിക്കുകയാണ്. തിരുരാത്രാന്തേ മൂന്ന് രാത്രിയുടെ അവസാനം. ത്രി 3 രാത്രി തന്നെ അന്തം അവസാനം. അപ്പൊ തിരുരാത്രാന്തേ എന്ന് ആവർത്തിച്ചു പറഞ്ഞത് ഈ പറയാൻ പോകുന്ന അർത്ഥത്തെ ഉറപ്പിക്കാനാണ്. 3 രാത്രി കൂടി തീരുമ്പോൾ കപിദ്ധബദരാശന, കപിദ്ധം ഞാവൽ, ബദരം ബദാം തന്നെ. ഞാവലും ബദാമും ആത്മവൃത്യനുസാരേണ തൻ്റെ ജീവൻ നിലനിൽക്കാൻ ആവശ്യമായതു മാത്രം കൊണ്ട് ഹരിം അർച്ചയൻ നിന്യെ, ഹരിയെ അർച്ചിച്ചുകൊണ്ട് കഴിച്ചുകൂട്ടിയിരുന്നത്. മാസം നിന്നെ, ഒരു മാസം കഴിച്ചുകൂട്ടി. 3 ദിവസം കൂടുമ്പോൾ ഒന്നുകിൽ ഞാവൽപ്പഴം കഴിക്കും, അല്ലെങ്കിൽ ബദരം എന്ന ഫലം കഴിക്കും. ഇതിലേതെങ്കിലും ഒന്ന് 3 ദിവസങ്ങൾ ഇടവിട്ട് കഴിച്ച് തൻ്റെ ആത്മവൃത്തിക്ക്, ശരീരത്തിന് നിലനിൽപ്പിന് ആവശ്യമായിരിക്കുന്ന വിധത്തിൽ കപിദ്ധവും ബദരവും ഭക്ഷിച്ചുകൊണ്ട് ഒരു മാസക്കാലം ഹരിം അർച്ചയൻ നിന്നി, ഹരിയെ അർച്ചിച്ചുകൊണ്ട് ഒരു മാസം കഴിച്ചുകൂട്ടി. തിരുരാത്രാന്തേ കപിദ്ധബദരാശന ആത്മവൃത്യനുസാരേണ മാസം നിന്യർച്ചയൻ ഹരിം. തിരുരാത്രാന്തേ ആത്മവൃത്യനുസാരേണ കപിദ്ധബദരാശന ഹരിം അർച്ചയൻ മാസം നിന്നി. തിരുരാത്രാന്തേ കപിദ്ധബദരാശന ആത്മവൃത്യനുസാരേണ മാസം നിന്യർച്ചയൻ ഹരിം. തിരുരാത്രാന്തേ കപിദ്ധബദരാശന ആത്മവൃത്യനുസാരേണ മാസം നിന്യർച്ചയൻ ഹരിം. ദ്വിതീയം ച തഥാ മാസം ഷഷ്ഠേ തൃണവർണ്ണാദിഭിः ശീർണൈ കൃതന്നോഭ്യർച്ചയദ്വിഭും. ദ്വിതീയം ച മാസം, ഒരു മാസത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. 3 ദിവസം ഇടവിട്ട് കപിദ്ധമോ ബദരമോ ഭക്ഷിക്കും. എന്നിട്ട് ശരീരത്തിന്റെ സ്ഥിതി അനുസരിച്ച് തപശ്ചര്യകൾ അനുഷ്ഠിച്ചു തുടങ്ങി. ദ്വിതീയം ച തഥാ മാസം, 2ാമത്തെ മാസത്തിലെ ഷഷ്ഠേ അർഭഗോദിനി, 6 ദിവസം കൂടുമ്പോൾ ഷഷ്ഠേ ദിനി അർഭക, ഈ ബാലൻ തൃണവർണ്ണാദിഭീശ്വർണൈ താഴെ വീണ പുല്ലും ഇലയും കൊണ്ട് മാത്രം, അന്നം ഉപയോഗിച്ചുകൊണ്ട് വിഭും അഭ്യർച്ചയ, വിഭുവായ ഭഗവാനെ തന്നെ അർച്ചിച്ചു, ആരാധിച്ചു. ആദ്യം 3 ദിവസമായിരുന്നു 1ാമത്തെ മാസം. 2ാമത്തെ മാസം എത്തിയപ്പോൾ 6 ദിവസമായി. ദ്വിതീയം ച തഥാ മാസം ഷഷ്ഠേ അർഭഗോദിനെ, ഒരു ദിവസം 6 ദിവസങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് അർഭകനായ അപുത്രൻ ജീർണിച്ച ഇലയും അതുപോലെ പുല്ലിൻ്റെയും ഒക്കെ ഭക്ഷണമാക്കിക്കൊണ്ട് വിഭുവിനെ അർച്ചിച്ചു. ആഹാരം ഉപേക്ഷിച്ചു നിർത്തി
എന്നിട്ട് 6 മാസത്തിലൊരിക്കൽ ഉണങ്ങിയ ഇല, ശീർണപത്രം, പഴുത്തുണങ്ങി താഴെ വീഴുന്ന ഇല, സ്വയം പതിക്കുന്ന ഇല, അത് മാത്രം ഭക്ഷണമാക്കി 6 ദിവസത്തിലൊരിക്കൽ ഒരില കഴിക്കും. അത്രയേ ഉള്ളൂ. അങ്ങനെ തൃണപർണാദിഭി ശീർണൈ കൃതന്നോ അഭ്യർച്ചയദ്വിഭു. അങ്ങനെ ഭഗവാനെ അർത്ഥിച്ചൊന്ന് കഴിച്ചുകൂട്ടി. ദ്വിതീയം ച തഥാമാസം ഷഷ്ഠേർഭഗോദിനെ തൃണപർണാദിഭി ശീർണൈ കൃതന്നഭ്യർച്ചയദ്വിഭും. അർഭകഃ ഷഷ്ഠേ ദിനെ ശീർണൈഃ തൃണപർണാദിഭിഃ കൃതാന്നഃ ദ്വിതീയം മാസം വിഭും അഭ്യർച്ചയതി. ദ്വിതീയം ച തഥാമാസം ഷഷ്ഠേർഭഗോദിനെ തൃണപർണാദിഭിഃ ശീർണൈഃ കൃതാന്നോഭ്യർച്ചയദ്വിഭും. ദ്വിതീയം ച തഥാമാസം ഷഷ്ഠേർഭഗോദിനെ തൃണപർണാദിഭിഃ ശീർണൈഃ കൃതാന്നോഭ്യർച്ചയദ്വിഭും. തൃതീയം ചാനയന്മാസം നവമേ അഭക്ഷ ഉത്തമശ്ലോകം ഉപാധാവത് സമാധിനാം. 3-ാമത്തെ മാസം എത്തിയപ്പോൾ നവമേച അനയത് മാസം നയിച്ചു, കഴിച്ചുകൂട്ടി. നവമേ അഹനി 9-ാമത്തെ ദിവസം. ആദ്യം 3, പിന്നെ 6, ഇപ്പൊ 9. അഭക്ഷ വെള്ളം മാത്രം. ഉത്തമശ്ലോകനായ ഭഗവാനെ ഉപാധാവത് സമാധിന, സമാധി കൊണ്ട് സമാധി എന്ന അഷ്ടാംഗയോഗങ്ങൾ ഒന്നായ യോഗചര്യ കൊണ്ട് ആ ഭഗവാനെ തന്നെ ഉപാസിച്ചുകൊണ്ട് ഒരു പ്രയാസവും കൂടാതെ 9 ദിവസം വീതം കഴിച്ചുകൊണ്ട്. ആദ്യം ഫലങ്ങളായിരുന്നു, അതിനുശേഷം ഉണങ്ങിയ ഇലകളായി, അതിനുശേഷം വെള്ളം മാത്രം ഭക്ഷിച്ചു. തൃതീയം ചാനയന്മാസം നവമേഘനീ അഭക്ഷ ഉത്തമശ്ലോകം ഉപാധാവത് സമാധിനാം. നവമേ അഹനി അഭക്ഷ സമാധിന ഉത്തമശ്ലോകം ഉപാധാവത് തഥാ തൃതീയമാസം ച ആനയത്. തൃതീയം ചാനയന്മാസം നവമേഘനീ അഭക്ഷ ഉത്തമശ്ലോകം ഉപാധാവത് സമാധിനാം. തൃതീയം ചാനയന്മാസം നവമേഘനീ അഭക്ഷ ഉത്തമശ്ലോകം ഉപാധാവത് സമാധിനാം. ചതുർത്ഥമഭിവൈമാസം ദ്വാദശേഖനീ വായുഭക്ഷോ ജിതശ്വാസോ ധ്യായൻ ദേവമധാരയത്. ചതുർത്ഥമപി മാസം, 4-ാമത്തെ മാസത്തിൽ തീർച്ചയായിട്ടും ദ്വാദശേ അഹനി 12-ാം ദിവസം 12-3-27. ദ്വാദശേ അഹനി വായുഭക്ഷ, വായു ഭക്ഷിക്കുന്നവനായി, ജിതശ്വാസ ശ്വാസത്തെ ജയിച്ചവനായി, ധ്യാനിച്ചുകൊണ്ട് ദേവനെ ആരാധിച്ചു. ഭഗവാനെ മനസ്സുകൊണ്ട് ഇങ്ങനെയാണ് ആരാധിച്ചത്. 4-ാമത്തെ മാസത്തില് വായുഭക്ഷകനായി,
ജിതശ്വാസനായത് പ്രാണായാമം കൊണ്ട് ശ്വാസത്തെ അടക്കിയിരുന്നു. അങ്ങനെ അടക്കിക്കഴിഞ്ഞാൽ ജിതശ്വാസനായി കഴിഞ്ഞാൽ വായുവിനെ ഭക്ഷിക്കും. വാ തുറന്ന് വായു ഭക്ഷണമായി അകത്തേക്ക് സ്വീകരിച്ചുകൊണ്ട് പ്രാണായാമത്തിൻ്റെ ഒരു ഘട്ടമാണ് രേചകം, കുംഭകം എന്നൊക്കെ പറയുന്ന പോലെ ശ്വാസത്തെ അകത്തേക്ക് വലിക്കുന്നത് ഭക്ഷണമായി. അതിനെ നിലനിർത്തുന്നു, അതിനെ പുറത്തേക്ക് വിടുന്നു, അതിനെ പാകം ചെയ്യുന്നു, അതിനെ വിസർജ്യമാക്കി പുറത്തു കളയുന്നു. അപ്പോൾ മൂന്നാമത്തെ മാസത്തില് 4-ാമത്തെ മാസത്തിൽ 12 ദിവസം കൂടുമ്പോൾ വായു ഭക്ഷിക്കുന്നു. പ്രാണായാമം കൊണ്ട് ശ്വാസത്തെ നിയന്ത്രിച്ച് ധ്യാനിച്ചുകൊണ്ട് ദേവനെ ആരാധിച്ചു. ഇതാണ് ഇപ്പോഴത്തെ തപസ്സിന്റെ നില. മനസ്സിന്റെ ചാഞ്ചല്യം നിലച്ചതുകൊണ്ട് മനസ്സിന്റെ ചലനം കഴിഞ്ഞു. സ്ഥൂല ശരീരത്തിന്റെ ഭാവനയിൽ നിന്നും ഇത് മുക്തമായി. ഇതിന് പേരാണ് സമനില. ചതുർത്ഥമൈ വൈമാസം ദ്വാദശേ ദ്വാദശേഖനി വായുഭക്ഷോജിത ശ്വാസോധ്യായൻ ദേവമധാരയത്. ദ്വാദശേ ദ്വാദശേ അഹനി വായുഭക്ഷ ജിതശ്വാസ ദേവം ധ്യായൻ ചതുർത്ഥം മാസം അപി അധാരയത്. ചതുർത്ഥമപൈ വൈമാസം ദ്വാദശേ ദ്വാദശേഖനി വായുഭക്ഷോ ജിതശ്വാസോധ്യായൻ ദേവമധാരയത്. ചതുർത്ഥമപി വൈമാസം ദ്വാദശേ ദ്വാദശേഖനി വായുഭക്ഷോ ജിതശ്വാസോധ്യായൻ ദേവമധാരയത്. പഞ്ചമേ മാസ്യനുപ്രാപ്തേ ജിതശ്വാസോ പത്മജാം ധ്യായൻ ബ്രഹ്മപരയേന തസ്ഥൗ ധാത്വിവാചരാം. പഞ്ചമേ മാസി 5-ാമത്തെ മാസത്തില് അനുപ്രാപ്തേ വന്നപ്പോൾ ജിതശ്വാസ പത്മജ രാജപുത്രനായ ഇവൻ ശ്വാസത്തെ അടക്കിക്കൊണ്ട് ജിതശ്വാസനായിട്ട് ബ്രഹ്മത്തെ ധ്യാനിച്ചുകൊണ്ട് പദൈകേന ഏകേന പദേന ഒറ്റക്കാലിൽ തസ്ഥൗ നിലനിന്നു. സ്ഥാണുഹു ഇവ അചലഹ ഒരു തൂണുപോലെ, അല്പം പോലും ചലിക്കാത്ത ഒരു തൂണുപോലെ നിശ്ചലനായിട്ട് തസ്ഥൗ നിന്നു. അപ്പം 5-ാമത്തെ മാസം വന്നപ്പോൾ ശ്വാസത്തെ നിയന്ത്രിച്ചുകൊണ്ട് പ്രാണായാമമൊക്കെ നിർത്തിയിട്ട് ബ്രഹ്മത്തെ ധ്യാനിച്ചുകൊണ്ട് ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് നിശ്ചലനായി തപസ്സനുഷ്ഠിച്ചു. പഞ്ചമേ മാസ്യനുപ്രാപ്തേ ജിതശ്വാസോ നൃപാത്മജാം ധ്യായൻ ബ്രഹ്മപദൈകേന തസ്ഥൗ സ്ഥാണുരിവാചലാം. പഞ്ചമേ മാസി അനുപ്രാപ്തേ ജിതശ്വാസ നൃപാത്മജ ബ്രഹ്മധ്യായൻ ഏകേന പദാ സ്ഥാണുഹു ഇവ അചലഃ തസ്ഥൗ. പഞ്ചമേ മാസ്യനുപ്രാപ്തേ ജിതശ്വാസോ നൃപാത്മജാം ധ്യായൻ ബ്രഹ്മപദൈകേന തസ്ഥൗ സ്ഥാണുരിവാചലാം. പർവ്വതോ മന ആകൃഷ്യ ഹൃദി ഭൂതേന്ദ്രിയാശയം ധ്യായൻ ഭഗവതോ രൂപം നാദ്രാക്ഷി കിഞ്ചനാപരം. പർവ്വതോ മന ആകൃഷ്യ എല്ലായിടത്തുനിന്നും മനസ്സിനെ പിന്തിരിപ്പിച്ചിട്ട് ഹൃദയത്തിൽ ഭൂതേന്ദ്രിയ ആശയം, ഭൂതങ്ങൾക്കും ഇന്ദ്രിയങ്ങൾക്കും ആശയമായ, ആധാരമായ, ഇരിപ്പിടമായ ഭഗവതോ രൂപം ഭഗവാന്റെ സ്വരൂപത്തെ ധ്യാനിച്ചുകൊണ്ട് ന അദ്രാക്ഷി ഒന്നും കണ്ടില്ല, കിഞ്ചന അപരം ഒന്നുപോലും വേറെ കണ്ടില്ല. ഭഗവത് സ്വരൂപത്തെ മാത്രമേ കണ്ടുള്ളൂ. അതിനെ മാത്രം ധ്യാനിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത്.
വേറെ ഒന്നും കാണാൻ പറ്റിയില്ല. ഇത് തപസ്സിന്റെ ഓരോ മാസത്തെയും സ്ഥിതിവിശേഷങ്ങളെ പ്രകീർത്തിക്കാൻ. ഇങ്ങനെ വേണം തപസ് ചെയ്യാൻ എന്നാണ്. ഓരോ മാസങ്ങളിൽ എന്തൊക്കെ അനുഷ്ഠിച്ചുകൊണ്ട് വേണം തപസ് അനുഷ്ഠിക്കാൻ. 1-ാം മാസം, 2-ാം മാസം, 3-ാം മാസം, 4-ാം മാസം, 5-ാമത്തെ മാസം, ഓരോ മാസത്തിലും എന്തൊക്കെ അനുഷ്ഠിച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത്. ആദ്യം ഫലങ്ങൾ 3 ദിവസത്തിലൊരിക്കൽ കഴിക്കാം. അത് കഴിയുമ്പോൾ 6 ദിവസത്തിലൊരിക്കൽ ഉണങ്ങിയ ഇല കഴിക്കാം. അത് കഴിഞ്ഞാൽ 9 ദിവസങ്ങൾ കൂടുമ്പോൾ വെള്ളം കഴിക്കാം. അതും കഴിഞ്ഞാൽ 12-ാമത്തെ മാസം വായു മാത്രം ഭക്ഷിക്കണം. അതും കഴിഞ്ഞാൽ പ്രാണായാമം ചെയ്തുകൊണ്ട് വായുവിനെയും കൂടി അടക്കിയാൽ ബ്രഹ്മസ്വരൂപമായ ഭഗവാനെ ധ്യാനിക്കണം. അങ്ങനെ ധ്യാനിച്ചുകൊണ്ട് എല്ലായിടത്തു നിന്നും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അടക്കിയിട്ട് ഭഗവത് സ്വരൂപത്തെ മാത്രം ധ്യാനിച്ചുകൊണ്ട് കഴിഞ്ഞുകൊള്ളണം. സർവതോ മന ആകർഷ്യാഹൃതി ഭൂതേന്ദ്രിയാശയം ധ്യായൻ ഭഗവതോ രൂപം നാദ്രാക്ഷിത് കിഞ്ചനാപരം. ഭൂതേന്ദ്രിയാശയം മനഃ സർവതഃ ആകർഷ്യ ഹൃദി ഭഗവതഃ രൂപം ധ്യായൻ അപരം കിഞ്ചന ന അദ്രാക്ഷീത്. സർവതോ മന ആകർഷ്യാഹൃതി ഭൂതേന്ദ്രിയാശയം ധ്യായൻ ഭഗവതോ രൂപം നാദ്രാക്ഷിത് കിഞ്ചനാപരം. ആധാരം മഹദാദീനം പ്രധാനവൃഷേശ്വരം ബ്രഹ്മധാരയമാണസ്യത്രയോ ലോകാശ്ച കമ്പിരേ. ആധാരം മഹദാദീനാം പ്രധാനവൃഷേശ്വരം. മഹത്തത്വം ആദിയായവകൾക്ക് ആധാരനായ പ്രധാന പുരുഷേശ്വരനെ, ബ്രഹ്മസ്വരൂപത്തെ, ആ ബ്രഹ്മത്തെ ധാരയൻ ഉള്ളിൽ ഉറപ്പിച്ചുകൊണ്ട് ധാരയമാണസ്യത്രയോ ലോകാഹച്ച കമ്പിരേ. 3 ലോകങ്ങളെയും ഒന്ന് വിറപ്പിച്ചു, ഒന്ന് ചലിപ്പിച്ചു കൊന്നത്. മഹത്തത്വത്തിനും അഹങ്കാരത്തിനും. അപ്പം ഈ ബ്രഹ്മത്തിന്റെ സൃഷ്ടി ആദ്യം ആരംഭിക്കുന്ന മഹത്തത്വം കൊണ്ടാണ്. ആ മഹത്തത്വത്തിന് ആധാരമായിരിക്കുന്ന പ്രധാനനായ പുരുഷോത്തമനായ ആ ഈശ്വര സ്വരൂപമായ ബ്രഹ്മത്തെ ഉള്ളിൽ ധാരണയിലൂടെ ഉറപ്പിച്ചുകൊണ്ട് ലോകങ്ങളെ കമ്പിപ്പിച്ചു ഇളക്കിയുന്നത്. ലോകത്തിലെ സകല പദാർത്ഥങ്ങളും ഭഗവാന്റെ ചൈതന്യം കൊണ്ടാണ് ചലിക്കുന്നത്. ആ ചൈതന്യത്തെ തൻ്റെ മനസ്സാകുന്ന ശക്തി കൊണ്ട് ധ്യാനിച്ച് ഉറപ്പിച്ചു നിർത്തി തൻ്റെ ഉള്ളിൽ. അത് പുറത്തിരുന്നെങ്കിൽ മാത്രമല്ലേ അതുകൊണ്ടുള്ള പ്രവൃത്തി നടക്കുകയുള്ളൂ. അത് പുറത്തില്ലെങ്കിൽ നിശ്ചലമാണ്. പഞ്ചഭൂതങ്ങൾ, തന്മാത്രകൾ, ഇന്ദ്രിയങ്ങൾ ഇവകളുടെയൊക്കെ ചലനാത്മകമായ ശക്തിയെ സ്തംഭിപ്പിച്ചു കൊടുത്തു. അപ്പം പഞ്ചഭൂതങ്ങൾ നിശ്ചലമായി. നിശ്ചലമായ പിന്നെ പദാർത്ഥങ്ങളൊക്കെ നിശ്ചലമാകും. അങ്ങനെ ലോകത്തെ മുഴുവൻ ഒന്നിളക്കി മറിച്ചു. ആധാരം മഹദാദീനം പ്രധാന പുരുഷേശ്വരം ബ്രഹ്മധാരയമാണസ്യത്രയോ ലോകാശ്ച കമ്പിരേ. മഹദാദീനാം ആധാരം പ്രധാന പുരുഷേശ്വരം ബ്രഹ്മ ധാരയമാണസ്യ ത്രയഃ ലോകാഃ ച കമ്പിരേ. മഹദാദീനാം ആധാരം മഹദാദീനാം പ്രധാന പുരുഷേശ്വരം. 10 മിനിറ്റ് കഴിഞ്ഞു ക്ലാസ്സിലാണ്. ആധാരം മഹദാദീനം പ്രധാന പുരുഷേശ്വരം ബ്രഹ്മധാരയമാണസ്യത്രയോ ലോകാശ്ച കമ്പിരേ. യദൈകപാദേന പാർത്ഥിവാത്ഭക തസ്ഥൗ തദം കുഷ്ഠനിപീഡിതാമഹീ നാമ തത്രാർത്ഥമിഭേന്ദ്രധിഷ്ഠതാം തരീവ നശ്യേതരത പദേ പദേ. യഥാ ഏകപദേന സ പാർത്ഥിവാത്ഭകഃ. എപ്പോഴാണോ
ഒറ്റക്കാലിൽ ആ രാജകുമാരൻ പാർത്ഥിവ അർഭകൻ എപ്രകാരം ആണോ ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് ആ രാജകുമാരൻ തപസ്സു ചെയ്തത്, തസ്ഥൗ സ്ഥിതി ചെയ്തു, തത് അങ്കുഷ്ടനിപീഡിതാമഹി അവന്റെ അങ്കുഷ്ടം കൊണ്ട്, പെരുവിരൽ കൊണ്ട് നിപീഡിതമായ ആക്രമിക്കപ്പെട്ടിരിക്കുന്ന മഹി ഈ ഭൂമി, തത് അങ്കുഷ്ടനിപീഡിതാമഹി നനാമ ഒന്ന് നമിച്ചു, തത്ര അർത്ഥം പകുതി ഭാഗം ഭൂമി താഴേക്ക് താണു. ഈ പഞ്ചഭൂതാദികളുടെയും തന്മാത്രകളുടെയും ഇന്ദ്രിയങ്ങളുടെയും ശക്തി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ ധ്രുവന്റെ ശക്തി പർവ്വതത്തെക്കാൾ വലിയ ശക്തിയായി. ഒറ്റക്കാലിലാണ് നിൽക്കുന്നത്. ആ ഒറ്റക്കാലിന്റെ പെരുവിരൽ ഭൂമിയിൽ ഊന്നിയപ്പോഴത്തേക്കും ഭൂമി പകുതി താഴേക്ക് താണു വരും. അത്രയ്ക്ക് ശക്തിമാനായി തീർന്നു ഈ ധ്രുവൻ. നനാമ തത്ര അർത്ഥം ഇഭേന്ദ്രധിഷ്ഠിത തരീവ ആനയെ കയറ്റിയിരിക്കുന്ന വള്ളം പോലെ. ഭവ്യേതരത ഇടത്തും വലത്തുമായിട്ട് പതേ പതേ ഓരോ ചുവട്ടിലും നനാമ താണുകൊണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഒരു വലിയ വള്ളത്തിൽ ഒരു ആനയെ കയറ്റി നിർത്തിയാൽ ഇടത്തോട്ടും വലത്തോട്ടും ഇടത്തോട്ടും വലത്തോട്ടും അതിങ്ങനെ പതിഞ്ഞ് പതിഞ്ഞ് വെള്ളവും ഈ വള്ളത്തിന്റെ വക്കുമായി തുല്യമായി നിൽക്കും. അത്രത്തോളം വള്ളം താഴേക്ക് താഴും. ഇതുപോലെയാണ് ഭൂമി താഴേക്ക് താണത് ഈ ധ്രുവന്റെ തപസ് കൊണ്ട്. ആ തപസ്സിന്റെ ശക്തിയും മഹത്വവും ഒന്ന് വർണ്ണിച്ചാണ്. യഥൈകപാദേന ഫപാർത്ഥിവർഭഗത്തസ്ഥൗതദങ്കുഷ്ടനിപീഡിതാമഹി നനാമ തത്രാർത്ഥമിഭേന്ദ്രധിഷ്ഠതാ തരീവ ഭവ്യേതരത പദേ പദേ. പാർത്ഥിവർഭകഃ ഏകപദേന യഥാ തസ്ഥൗ തദങ്കുഷ്ടനിപീഡിതാ മഹി തത്ര അർത്ഥം നനാമ ഇഭേന്ദ്രിയധിഷ്ഠത തരി പദേ പദേ ഭവ്യേതരതഃ ഇവ. യഥൈകപാദേന ഫപാർത്ഥിവർഭക തസ്ഥൗ തദങ്കുഷ്ടനിപീഡിതാമഹി നനാമ തത്രാർത്ഥമിഭേന്ദ്രധിഷ്ഠിതാം തരീവ ഭവ്യേതരത പദേ പദേ. യഥൈകപാദേന ഫപാർത്ഥിവർഭകാം തസ്ഥൗ തദങ്കുഷ്ടനിപീഡിതാമഹി നനാമ തത്രാർത്ഥമിഭേന്ദ്രധിഷ്ഠതാ തരീവ ഭവ്യേതരത പദേ പദേ. തസ്മിന്നഭിധ്യായതി വിശ്വമാത്മനാ ദ്വാരം നിരുദ്ധ്യാസുമനന്യയാ ധിയാം ലോകാനിരിച്ഛ്വാഫനിപീഡിതാഭൃശം ഫലോകപാലാ ശരണം യയുർഹരിം. തസ്മിൻ അവിധ്യായതി അവൻ ധ്യാനിച്ചുകൊണ്ടിരിക്കെ വിശ്വം ലോകത്തെ ആത്മനോ ദ്വാരം ആത്മനഃ തൻ്റെതായ ദ്വാരം നിരുദ്ധ്യ ദ്വാരത്തെ അടച്ചിട്ട് അഫും അനന്യയാധിയ പ്രാണത്തെ മറ്റൊരു ചിന്ത കൂടാതെ ലോകാഹ നിരിച്ഛ്വാസനിപീഡിതാഭൃശം ലോകങ്ങൾ നിരിച്ഛ്വാസനിപീഡിത ശ്വാസത്തെ തടഞ്ഞതുകൊണ്ട് പീഡിക്കപ്പെട്ടതുപോലെ നിരിച്ഛ്വാസ നിപീഡിത ഭൃശം വളരെ എളുപ്പന്ന് സ്വലോകപാലാഹ ശരണം യയുർഹരി ലോകപാലന്മാരെല്ലാം ഹരിയെ തന്നെ ശരണം പ്രാപിച്ചു. അതായത് ധ്രുവന്റെ ഉള്ളിൽ ആ മഹാശക്തിയുടെ സ്വരൂപം ഒരാനയെപ്പോലെ ഉറച്ച് ദൃഢമായി എല്ലാറ്റിനും കാരണമായിരിക്കുന്ന അക്ഷരബ്രഹ്മത്തെ ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ
എല്ലാറ്റിനും ആധാരമായിരിക്കുന്ന അക്ഷരബ്രഹ്മസ്വരൂപനായ പുരുഷോത്തമനായ താനും രണ്ടും ഒന്നെന്ന് എന്ന് ഒരു ഭേദത്തിൽ മനസ്സുറപ്പിച്ചു. ഭിന്നതയില്ല. അഭേദഭാവത്തോടെ ഇരുന്നപ്പോൾ പ്രാണന്റെ ചലിക്കാനുള്ള മാർഗം, ഇതിലെയാണ് പ്രാണൻ ചലിക്കുന്നത്, മൂക്കിക്കൂടി. ആ നാസാദ്വാരത്തെ അടച്ചുകൊണ്ട് ധ്രുവൻ ധ്യാനിച്ചു കൊണ്ടിരുന്നു. ദ്വാരം നിരുദ്ധ്യ അസും അനന്യയാധിയ, മറ്റെങ്ങും പോകാത്ത ബുദ്ധി കൊണ്ട് നാസാദ്വാരത്തെ അടച്ചുകൊണ്ട് പ്രാണന്റെ സഞ്ചാരപഥത്തെ നിരോധിച്ചുകൊണ്ട് ഇന്ദ്രാദി ലോകപാലന്മാരോടുകൂടി ഈ ലോകത്തിന് തടസ്സം നേരിട്ടത് കൊണ്ടുള്ള ദുഃഖം സഹിക്കാത്തവനായിട്ട് എല്ലാ സന്താപത്തെയും രക്ഷിക്കുന്ന ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ചു. തസ്മിന്നഭിധ്യായതി വിശ്വമാത്മനോ ദ്വാരം നിരുദ്ധ്യാഫുമന്യയാധിയാം ലോകാനിരിച്ഛ്വാസനിപീഡിതാഭൃശം ഫലോകപാലാശരണം യയുർഹരിം. ആത്മനഃ ദ്വാരം അഫും നിരുദ്ധ്യ അനന്യയാധിയാം വിശ്വം തസ്മിൻ അഭിധ്യായതി ഫലോകപാലാഹ ലോകാഹ ഭൃശം നിരിച്ഛ്വാസനിപീഡിതാഹ ഹരിം ശരണം യയു. തസ്മിന്നഭിധ്യായതി വിശ്വമാത്മനാം ദ്വാരം നിരുദ്ധ്യാഫുമനന്യയാധിയാം ലോകാനിരിച്ഛ്വാസനിപീഡിതാഭൃശം ഫലോകപാലാശരണം യയുർഹരിം. ദേവാഊചുഹു, ദേവന്മാർ പറഞ്ഞു, നൈവം വിദാമോ ഭഗവൻ പ്രാണരോധം ചരാചരഫ്യാഖിലഫത്വധംനം വിധേഹി തന്നോ വ്രജിനാത് വിമോക്ഷം പ്രാപ്താ വയം ത്വം ശരണം ശരണ്യം. നൈവം വിദാമോ, ഏവം ന വിദാമ, ഇങ്ങനെ ഞങ്ങൾക്കറിയില്ല ഹേ ഭഗവൻ പ്രാണരോധം, ജഗത്തിലുള്ള പ്രാണനെ മുഴുവനും സ്തംഭിപ്പിച്ചു ഈ ധ്രുവൻ. ചരാചരഫ്യ അഖിലഫത്വധംന, എല്ലാ പ്രാണികൾക്കും ഇരിപ്പിടമായ ഈ ചരാചരത്തെ മുഴുവനും അതിന് പ്രാണനെ അടക്കി വെച്ചത് ന വിദാമ, ഞങ്ങൾ അറിയുന്നില്ല. നൈവം വിദാമോ ഭഗവൻ പ്രാണരോധം ചരാചരഫ്യാഖിലഫത്വധംന വിധേഹി ചെയ്യൂ തന്ന, അതുകൊണ്ട് ഞങ്ങൾക്ക് വ്രജിനാത് വിമോക്ഷം, ഞങ്ങൾക്ക് ഈ വ്രജനത്തിൽ നിന്നും ഒരു വിമോക്ഷത്തെ ചെയ്താലും, ഈ ദുഃഖത്തിൽ നിന്നും ഞങ്ങളെ കരകയറ്റിയാലും, വ്രജനം ദുഃഖം, അതിൽ നിന്നും ഞങ്ങൾക്ക് മോചനം നൽകിയാലും, പ്രാപ്താവയം ത്വാം ശരണം ശരണ്യാം, ഞങ്ങളാകട്ടെ ശരണ്യനായ അങ്ങയെ തന്നെ ശരണം പ്രാപിച്ചു, അതുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് അപേക്ഷിച്ചു സകല ദേവന്മാരും ചെന്ന് ഭഗവാൻ. നൈവം വിദാമോ ഭഗവൻ പ്രാണരോധം ചരാചരഫ്യാഖിലഫത്വധംന വിധേഹി തന്നോ വ്രജിനാത് വിമോക്ഷം പ്രാപ്താ വയം ത്വാം ശരണം ശരണ്യം. ഹേ ഭഗവൻ, ചരാചരഫ്യാം അഖിലഫത്വധംനഃ ഏവം പ്രാണരോധം ന വിദാമ വ്രജിനാത് വിമോക്ഷം ന വിധേഹി ശരണ്യം ത്വാ ശരണം വയം ശരണം പ്രാപ്താഃ. നൈവം വിദാമോ ഭഗവാൻ നൈവം വിദാമോ ഭഗവൻ പ്രാണരോധം ചരാചരഫ്യാഖിലഫത്വധംന വിധേഹി തന്നോ വ്രജിനാദ് വിമോക്ഷം പ്രാപ്താ വയം ത്വാം ശരണം ശരണ്യം. ശ്രീ ഭഗവാൻ ഉവാച, ഭഗവാൻ പറഞ്ഞു, മാഭൈഷ്ട ബാലം തപസോ ദുരത്യയാം നിവർത്തയിഷ്യേ പ്രതിയാതസ്വധാമ യതോ ഹിവ പ്രാണനിരോധ ആസീത് ഔത്താനപാദർ മൈഭംഗതത്മാം. മാ ഭൈഷ്ട, പേടിക്കണ്ട. ബാലം, ബാലനെ കുറിച്ച് പേടിക്കണ്ട. ദുരത്യയാ തപസ,
അതിക്രമിക്കാനാവാത്ത തപസ്സുകൊണ്ട് നിന്നും നിവർത്തയുഷിയെ ഞാൻ പിന്തിരിപ്പിച്ചോളാം. പ്രതിയാത തിരിച്ചു പോകൂ. സ്വധാമ, നിങ്ങളുടെ ഇരിപ്പിടത്തിലേക്ക് എല്ലാവരും തിരിച്ചു പോയിക്കോളൂ. തടുക്കാനാവാത്ത തപസ്സിൽ നിന്നും ഈ ബാലനെ ഞാൻ പിന്തിരിപ്പിച്ചോളാം. യഥോഹിവ പ്രാണനിരോധാഫി, എവിടെ നിന്നുമാണോ നിങ്ങൾക്ക് പ്രാണനിരോധമുണ്ടായത്, ഔത്താനപാദിഹി, ആ ഉത്താനപാദന്റെ പുത്രനായ ധ്രുവൻ, മൈ സംഗതാത്മാ, എന്നോട് കൂടിച്ചേർന്ന ആത്മസ്വരൂപനായതുകൊണ്ടാണ് അവന് പ്രാണനെ അടക്കി നിർത്താൻ കഴിഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പൊക്കോളൂ. അവൻ്റെ തപസ്സിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഞാൻ പ്രസാദിക്കണം എന്നാണ് അവൻ്റെ സങ്കല്പം. എന്നാൽ തപസ് മാത്രമേ അതിന് മതിയാകുള്ളൂ. അതുകൊണ്ട് ഞാൻ ആ ബാലനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് ദർശനം കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ പ്രാണന്റെ നിരോധത്തെ അവിടെ തീരും എന്ന് ഭഗവാൻ ദേവന്മാരോട് മറുപടിയും പറഞ്ഞു. മാ ഭൈഷ്ടബാലം തപസോ ദുരത്യാത് നിവർത്തയിഷ്യേ പ്രതിയാതസ്വധാമ യതോ ഹിവ പ്രാണനിരോധ ആഫീദൗത്താനപാദന്മയി ഭംഗതാത്മാ. മാ ഭൈഷ്ട സ്വധാമ പ്രതിയാത ഔത്താനപാദിഹി മയി സംഗതാത്മാ യതഃ വഹ പ്രാണനിരോധഃ ആസീത് ബാലം ദുരത്യാത് തപസഃ നിവർത്തയിഷ്യേ. മാ ഭൈഷ്ടബാലം തപസോ ദുരത്യാത് നിവർത്തയിഷ്യേ പ്രതിയാതസ്വധാമ യതോ ഹി വ പ്രാണനിരോധ ആഫീദ ഔത്താനപാദിർമയി സംഗതാത്മാ. മാ ഭൈഷ്ടബാലം തപസോ ദുരത്യാത് നിവർത്തയിഷ്യേ പ്രതിയാതസ്വധാമ യതോ ഹി വ പ്രാണനിരോധ ആഫീദ ഔത്താനപാദിർമയി സംഗതാത്മാ എന്ന് ഭഗവാന്റെ മറുപടിയോടുകൂടി ഈ അധ്യായം അവിടെ ഉപസംഹരിക്കുകയാണ്. ദിവസം നമുക്ക് 9-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് 6-7 മിനിറ്റ് കൂടുതലായെങ്കിലും ആ അധ്യായം ബാക്കി തീർക്കാം എന്ന് വിചാരിച്ചാണ്. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഉപസംഹരിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.